ഇപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് ഈ ഒരു വിഷ്വൽ കാണുമ്പോഴത്തേക്ക് നിങ്ങളിൽ പലർക്കും മനസ്സിലാക്കാൻ പറ്റും. അതായത് ചിങ്ങഞ്ചിറ കാവ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് ഈ ഒരു ക്ഷേത്രം. ചിങ്ങഞ്ചിറ ഏകലവ്യാശ്രമം പ്രകൃതി ക്ഷേത്രം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു 6 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇത് പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്നത് തികച്ചും അന്വർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരമ്പരാഗത രീതിയിലുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു 3-4 ആലുകളാണ്. ഈ കാണുന്നത് കണ്ട ആ ആലിൻ്റെ ശിഖരങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോയിരിക്കണമെന്ന് അറിയാൻ പാടില്ല. ആ ശിഖരങ്ങളിൽ നിന്നും വേര് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് ആ ഒരു പ്രദേശം മൊത്തം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ട ഞാൻ ഇന്ന് ഇവിടെ വന്ന ദിവസം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ്. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ദിവസങ്ങളെന്ന് പറയുന്നത് ചൊവ്വ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിലാണ്. ഞാൻ വന്നത് ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ്. ഈ കറുപ്പസ്വാമിൻ്റെ ആരാധകരായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. കറുപ്പസ്വാമിയുടെ ഒരു ഐതിഹ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തമിഴ് ദൈവമായ അയ്യനാരുടെ കാവൽ ഭടന്മാരിൽ പ്രധാനിയാണ് കറുപ്പസ്വാമി എന്നാണ് പറയുന്നത്. ഈ അയ്യനാർ നമ്മുടെ അയ്യപ്പനാണെന്നും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുപ്പസ്വാമിക്ക് ഒരാളിൻ്റെ ചുവട്ടിൽ അത് സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹമാണെന്നാണ് പറയുന്നത്. അവിടെയാണ് പൂജാ നേദ്യങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ഈ തറകെട്ടിരിക്കുന്ന ആല് കണ്ടോ, അതാണ് കറുപ്പസ്വാമിയുടെ നട. ഈ ആചാരങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ. ഇവിടെ കണ്ട ഈ ഒരാളിൻ്റെ താഴെ കൊണ്ടുവന്ന് വീടിൻ്റെയും അതുപോലെ തന്നെ തൊട്ടിലിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ചെറിയ രൂപങ്ങൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതുണ്ട്. അതൊക്കെ ഓരോരുത്തരും അവർ വീട് പണിക്കും കുട്ടികളുണ്ടാകാത്തതിനുമൊക്കെ ആയിട്ട് നേർച്ചയായിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ വേറൊരു ആചാരം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കൂടുതലും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരാണെന്നുള്ളത്. അവർ ഇവിടെ അവരുടെ ഓരോ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് കറുപ്പസ്വാമിക്ക് ആടിനെയും കോഴിനെയൊക്കെ നേർച്ച നേരും. അതിനുശേഷം അവരുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം അവരിതിനെ ഇവിടെ കൊണ്ടുവന്ന് കറുപ്പസ്വാമിക്ക് സമർപ്പിച്ചിട്ട് അതിനെ ഇവിടെ വെച്ച് തന്നെ പാകം ചെയ്ത് കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കാവിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞായിട്ടൊരു നല്ലൊരു കുളിർമയാണ്. കാരണം വേറൊന്നുമല്ല, ഈ ഇതുപോലെ വളർന്ന് നിൽക്കുന്ന ഈ ആൽമരങ്ങളുടെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് നമുക്ക് ആ ഒരു തണുപ്പും കുളിർമയൊക്കെ ഇവിടെ കിട്ടുന്നത്. ഈ കാവിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഒരുപാട് മാവും തോട്ടങ്ങളും തെങ്ങും തോപ്പും അതുപോലെ തന്നെ നെൽവയലുകളും ഒക്കെ ഇവിടെയുണ്ട്. നമ്മളിങ്ങോട്ട് പോരുന്ന വഴിയാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. അവിടുന്ന് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിങ്ങോട്ടുകുളം എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമുക്ക് ചെല്ലാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാവിൽ വെച്ച് പല സിനിമകളുടെയും ചിത്രീകരണം നടന്നിട്ടുണ്ട്. അതിൽ ഈ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മോഹൻലാൽ നായകനായിട്ടുള്ള നമ്മുടെ ഒടിയൻ സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളെല്ലാം ഇവിടെയാണ് ചിത്രീകരിച്ചതെന്നാണ് പറയുന്നത്. കൊല്ലങ്കോടിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇതിനു മുമ്പ് കൊല്ലങ്കോട്ടെ 2 സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുടിലിടവും അതുപോലെ തന്നെ താമരപ്പാടവും. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ആ വീഡിയോകളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അതൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ ഒന്നമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും.